അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിശദാംശങ്ങളുമായാണ്. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള നീക്കത്തിൽ ആണ് ഇപ്പോൾ കോൺഗ്രസും എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. പ്രത്യേകിച്ച് ഈ ജാഥകൾ ഉൾപ്പെടെ ആരംഭിച്ച് ആ ജാഥകളുമൊക്കെയായി മുന്നോട്ട് പോയി അത് ഒരു പാരമ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നതാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. സിറ്റിംഗ് മണ്ഡലങ്ങളിലെയും സംവരണ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ ആയിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നു. അതായത് നിലവിലെ സിറ്റിംഗ് MLA-മാരിൽ 2 MLA-മാർ മാത്രമാണ് സംശയത്തിന്റെ നിഴലിൽ ഉള്ളത്. അതിൽ ഒന്ന് ഉറപ്പായും പാലക്കാട് ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം, അതും ലൈംഗിക പീഡന പരാതിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നു. അവിടെ സിറ്റിംഗ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തവണ അവസരമില്ല. പിന്നെ മറ്റൊന്ന് വരുന്നത് പ്രധാനമായും തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിൽ ബാബു ആണ് നിലവിൽ, കെ ബാബു ആണ് ഇപ്പോഴത്തെ MLA എന്ന് നമുക്കറിയാം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ബാബുവിനും ഒരു പക്ഷേ ഇടം നൽകിയേക്കില്ല. അതിൽ ബാബുവിൻ്റെ തീരുമാനമാണ് പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, നേരത്തെ അരുൺ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയായി എത്തും കോൺഗ്രസിൻ്റേത് എന്നാണ്. അവിടെ ശശി തരൂരിൻ്റെ പേരടക്കം നമ്മൾ കേട്ടുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MP-മാർക്ക് ഇളവ് നൽകുമ്പോൾ 3 MP-മാർക്ക് മാത്രം നിയമസഭയിൽ മത്സരിക്കാൻ ഇളവ് നൽകിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. അത് അടൂർ പ്രകാശ്, കെ സുധാകരൻ, MK രാഘവൻ എന്നിവർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ശശി തരൂരിൻ്റെ പേര് ഇപ്പോൾ നിലവിലില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആത്യന്തികമായി വിജയം എന്നതാണ് ലക്ഷ്യം. അങ്ങനെയുള്ള ശശി തരൂരിനെ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാക്കാൻ തയ്യാറാകുമോ എന്നത് നമുക്കറിയില്ല. ഇനി MP-മാരുടെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പോകുമ്പോൾ ഈ 3 MP-മാർ ആ ഡേറ്റയിലേക്ക് ആണ് ഇനി നമ്മൾ പോകുന്നത്. എന്തുകൊണ്ട് ഈ 3 MP-മാർക്ക് ഇളവ് നൽകുന്നു എന്നതിൽ ആദ്യത്തേത് കെ സുധാകരനാണ്. നിലവിൽ കണ്ണൂരിൽ നിന്നുള്ള MP-യാണ്. മുൻ MLA-യും സംസ്ഥാനത്തെ മന്ത്രിയുമായിരുന്നു എന്നതാണ്. KPCC-യുടെ അധ്യക്ഷനായിരുന്നു സുധാകരൻ. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ വലിയ വെല്ലുവിളി ഉയർത്തണമെങ്കിൽ സുധാകരനെ പോലെ ഒരാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്ന ഒരു പൊതു വിലയിരുത്തൽ കൂടിയുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത MP എന്നത് അടൂർ പ്രകാശിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അടൂർ പ്രകാശിൻ്റെ പേരിന് മുമ്പ് നമ്മൾ MK രാഘവനിലേക്ക് ഇത് അടൂർ പ്രകാശ് 2019 മുതൽ ആറ്റിങ്ങലിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. മുൻ റവന്യൂ കയർ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. 23 വർഷം നിയമസഭാംഗമായിരുന്ന അടൂർ പ്രകാശിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഹൈന്ദവ വോട്ടുകൾക്കൊപ്പം ഈഴവ വോട്ടുകളുടെ സ്വാധീനമടക്കം നിർണായകമാകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് MK രാഘവനാണ്. മലബാറിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു MP ആയിട്ടുള്ള MK രാഘവനും ഈ നിലയിൽ ഇളവ് നൽകിയേക്കും എന്നുള്ളതാണ്. 2009 മുതൽ കോഴിക്കോട് നിന്നുള്ള ലോക്സഭാംഗമാണ്. പയ്യന്നൂരിൽ 87 മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 91 തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. എന്തായാലും സഹകരണ മേഖലയിലൂടെ അടക്കം രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന MK രാഘവനെ ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, എത്രയും പെട്ടെന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു പ്രാഥമിക പട്ടികയെങ്കിലും വളരെ പെട്ടെന്ന് പുറത്തിറക്കി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒരു പൊതു വിലയിരുത്തലുണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് മേയർ സ്ഥാനാർത്ഥികളെ പോലെയുള്ളവരെയെങ്കിലും നേരത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് പൊതുവിൽ ഗുണം ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് ഉണ്ടാകുമോ? എന്താണ് ഒരു പൊതു വിലയിരുത്തൽ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണോ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത്, സമാനമായ തരത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും, അതായത് ഒരു പിടി മുൻപിൽ നിന്നുകൊണ്ട് ഒരു മുന്നേറ്റം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് UDF-ന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഏതാണ്ട് ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര ഇന്നലെയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഈ യാത്രയോടനുബന്ധിച്ച് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. അതായത് നിലവിലെ സിറ്റിംഗ് MLA-മാരിൽ 2 പേർ ഒഴികെ എല്ലാവരും മത്സരിക്കാനാണ് നിലവിൽ സാധ്യത. ഒരു പക്ഷേ ചിലപ്പോൾ വയനാട് മാനന്തവാടിയിൽ IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ നേതൃത്വം മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 2 പേർക്ക് മാത്രമായിരിക്കും മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക. അതിൽ കെ ബാബു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേതൃത്വത്തോട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന്
അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിന് പകരക്കാരൻ ഉണ്ടാകും. അതോടൊപ്പം തൃപ്പൂണിത്തറയിൽ ഒരു VIP ഇറക്കിക്കൊണ്ട് തൃപ്പൂണിത്തറയിൽ കെ ബാബു അതിന്റെ മണ്ഡലം അത് നിലനിർത്താനുള്ള ഒരു നീക്കം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം ഈ സിറ്റിംഗ് MLA-മാർക്കൊപ്പം സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി എത്രയും പെട്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു കൃത്യമായ മേൽക്കൈ ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDF ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ശേഷിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടിക അത് ഹൈക്കമാൻഡിന്റെ കൂടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വന്ന പേരുകൾക്കൊപ്പം നേതാക്കന്മാർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന പേരുകൾ, സാമുദായിക സമവാക്യങ്ങൾ ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 MP-മാർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനം. അതിൽ തന്നെ അടൂർ പ്രകാശും അതോടൊപ്പം കെ സുധാകരനും ഇവർ രണ്ടുപേരും ഈഴവ സമുദായങ്ങളാണ്. ഈ MP-മാർ എന്നതിനപ്പുറത്തേക്ക് ഈഴവ സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യം കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്തുക. അത് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവിനൊക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളുടെ ആക്കം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കെ സുധാകരന് ഈ ഈഴവ സാമുദായിക പ്രാതിനിധ്യത്തിനപ്പുറത്തേക്ക് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മറ്റ് മണ്ഡലങ്ങളിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും അത്തരത്തിൽ പരിഗണിക്കുന്നത്. അതേസമയം MK രാഘവന്റെ കാര്യത്തിൽ കോഴിക്കോട് ഇതുവരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോഴിക്കോട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലത്ത് MK രാഘവനെ കളത്തിലിറക്കിയാൽ അത് കൃത്യമായി അവിടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. അങ്ങനെയാണ് ഈ 3 MP-മാരെ മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം ഏറെക്കുറെ എത്തിയിരിക്കുന്ന. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കും. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ യാത്ര സമാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഒരു പക്ഷേ ആദ്യഘട്ട പട്ടിക പുറത്തു വരാനാണ് സാധ്യത. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്ര, അതിന് പുതിയുഗ യാത്ര എന്നുള്ളതാണ്. കേരളം ഒന്നാകെ കവർ ചെയ്യുന്ന ഒരു യാത്രയാണത്. ആ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാഥമിക പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഡാൻ, ഇതിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് 2 MLA-മാർക്ക് ഒരു പക്ഷേ ഇത്തവണ ഇടം ലഭിച്ചേക്കില്ല. ഈ പ്രാഥമിക പട്ടിക വരുമ്പോൾ അവിടെ പകരക്കാർ ആര് എന്നതിൽ ഒരു തീരുമാനത്തിന് സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? ഒപ്പം ഈ സംവരണ സീറ്റുകളിൽ അടക്കം അതിപ്പോൾ ചില സീറ്റുകൾ ഏറ്റെടുക്കുന്നതിലും തർക്കമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോങ്ങാട് പോലെയുള്ള ഒരു മണ്ഡലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. കോങ്ങാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് IUML-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു UC രാമൻ ആയിരുന്നു അവിടെ മത്സരിച്ചത്. 27,000 വോട്ടുകൾക്ക് രാമൻ പരാജയപ്പെട്ട പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ മണ്ഡലം ഇത്തവണ ഏറ്റെടുക്കുക, അവിടെ KA തുളസിയെ പോലെയോ രമ്യ ഹരിദാസിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, അങ്ങനെ ചില നീക്കങ്ങൾ കൂടിയുണ്ടല്ലോ. അപ്പോൾ ഈ സംവരണ മണ്ഡലങ്ങളുടെ പട്ടിക വരുമ്പോഴും മറ്റ് ഘടകകക്ഷികളുമായി നടത്തുന്ന ചർച്ചയിൽ ധാരണയായ ശേഷമല്ലേ അത്തരം പേരുകളും പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ? സീറ്റുകളിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം RSPക്ക് 5 സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. തർക്കം നിലനിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ്. കാരണം ഇടുക്കി അടക്കം ഏറ്റുമാനൂർ അടക്കമുള്ള ചില സീറ്റുകൾ വെച്ചു മാറണം എന്ന ഒരു ആവശ്യം കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെക്കുകയും അത് പൂർണ്ണമായി അംഗീകരിക്കാൻ ജോസഫ് വിഭാഗം തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സീറ്റുകളുടെ കാര്യത്തിൽ, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഈ പ്രധാനപ്പെട്ട ചില സീറ്റുകളുടെ കാര്യത്തിൽ തന്നെ നിൽക്കുന്ന തർക്കങ്ങൾ അവസാനിച്ചാൽ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയാകും. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംവരണ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് കോങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന പുതുമുഖങ്ങളെ അവതരിപ്പിക്കണം എന്നൊരു ആശയമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കടവൂരിന്റെ ടീം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോങ്ങാട് അടക്കം അത് മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തതിനു ശേഷം അവിടെ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. അത് വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വ്യക്തത കൈവരും. അതേസമയം പാലക്കാട് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ നേതൃത്വത്തിൽ പല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുവമുഖത്തെ തന്നെ കൊണ്ടുവരണം,
ഒരു പുതുമുഖത്തെ തന്നെ കൊണ്ടുവരണം എന്ന തരത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതല്ല, ജില്ലയിൽ നിന്ന് തന്നെയുള്ള മണ്ഡലത്തിലെ തന്നെ ഒരു മുതിർന്ന നേതാവിനെ പരിഗണിക്കണമെന്ന ആവശ്യം DCCയിൽ ഒരു വിഭാഗം നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവിടെ ജയസാധ്യത മാത്രമായിരിക്കും പരിഗണന. കാരണം ആ അഭിമാന പോരാട്ടത്തിൽ നിലനിർത്തിയ മണ്ഡലമാണ് പാലക്കാട്. ആ പാലക്കാട് മണ്ഡലം ഒരു തരത്തിലും കൈമോശം വരുന്നു പോകുന്ന ഒരു സാഹചര്യം അത് കോൺഗ്രസിന് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.